ശ്രീ മധുപാൽ, ഇപ്പോൾ ഈ ചന്ദ്രലേഖ നമ്മൾ കാണുമ്പോൾ അതിൽ ജ്യൂസ് കടയിൽ ജോലിക്ക് നിന്നിരുന്ന നൂറ് ഒരു കമ്പനിയുടെ CEO ആവുന്നത് കാണുമ്പോൾ മലയാളി കുടുകുടാ ചിരിക്കുന്നുണ്ട്. ഒപ്പം നൂറിൻ്റെ ജീവിത സാഹചര്യവും പ്രണയവും ഒക്കെ മലയാളിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സാധാരണ ആളുകൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യവും അവർ സംസാരിക്കുന്ന ഭാഷയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഹ്യൂമറും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടങ്ങളും ഒക്കെ അതേപടി സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടായിട്ടുള്ളൊരു അഭിനിവേശമാകില്ലേ മലയാളിക്ക് ശ്രീനിവാസനോട്? നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഈ ശ്രീനേട്ടൻ കണ്ടിട്ടുള്ള ഇടപഴകിയിട്ടുള്ള ആൾക്കാർ മുഴുവൻ സാധാരണ വ്യക്തികൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള ജീവിതം കണക്ട് ചെയ്യാൻ ശ്രീനേട്ടന് ഒട്ടും മടിയില്ല എന്നുള്ളത്. വരവേൽപ്പ് പോലെ ഒരു സിനിമ നമ്മൾ ആലോചിച്ച് നോക്കൂ. അതിനകത്ത് ഒരു ബസ്, ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ടൊരു ബസ് ജോലി തുടങ്ങുകയും ബസ് ഓടിക്കുകയും ചെയ്തിട്ട് അത് മുതലാളി തൊഴിലാളി എന്നത്, കാരണം തൊഴിലാളിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സിനിമ ആലോചിച്ചത്. പക്ഷേ അതൊരു മുതലാളി തൊഴിലാളി പോലെയുള്ള ജീവിതത്തിലേക്ക് മനുഷ്യൻ്റെ മലയാളി മനസ്സിൻ്റെ സ്വഭാവങ്ങളൊക്കെ മാറ്റുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്ക് സിനിമയെ കാണാൻ ഒറ്റ കാര്യമേ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്. കാരണം ഇത് ഏറ്റവും സാധാരണക്കാരൻ്റെ ജീവിതം കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളത്. സ്വന്തം ജീവിതം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന് ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരംഭകാലങ്ങളിൽ അദ്ദേഹം ആസ് ആൻ ആക്ടർ KG ജോർജിനെ പോലുള്ളൊരു വ്യക്തിയോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ള ഒരു കാലം കൊണ്ട്, യവനിക പോലെയൊക്കെയുള്ള സിനിമകളിൽ അഭിനയിക്കുന്ന സമയത്ത്, അപ്പം ഓണപ്പുടവയായാലും മണ്ണായാലും അതൊക്കെ ജോർജ് സാറിൻ്റെ സിനിമകളിലൊക്കെ അഭിനയിച്ച് തുടങ്ങുമ്പോണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ജോർജ് സാറിൻ്റെ സിനിമകളും ആലോചിച്ചാൽ മതി. കാരണം അതെല്ലാം അന്നത്തെ കാലത്ത് ഏറ്റവും ഗ്രാസ് റൂട്ടഡ് ആയിട്ടുള്ള സിനിമകൾ ചെയ്തത്. ആ ഒരു പാഠം ശ്രീനേട്ടനെ വലിയ തോതിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ്. കാരണം നമ്മൾ എവിടെയാണ് കഥ പറയേണ്ടത് എന്നാലോചിക്കുമ്പോൾ അത് നമുക്ക് അറിയാവുന്നൊരിടത്ത് നിന്നുകൊണ്ട് കഥ പറയണം, അറിയാവുന്നൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് മാത്രമേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് നൂറിൻ്റെ ജീവിതം ഈ രീതിയിൽ ഏറ്റവും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിർത്തിക്കൊണ്ട് കഥ പറയാൻ പറ്റും. കാരണം എത്ര വലിയ സുഹൃത്തുക്കൾ, എത്ര വലിയ പണക്കാരായ സുഹൃത്തുക്കൾ ഉണ്ടായാൽ പോലും അടിസ്ഥാനമായിട്ട് ആ പാവപ്പെട്ടവൻ്റെ കഥ പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നത് മനുഷ്യനെ മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കരുത്തും ഒരു ആർജവും തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീനിവാസൻ എന്ന വ്യക്തി, ഇപ്പോൾ മോഹൻലാൽ സാർ പറഞ്ഞതുപോലെ ശ്രീനിവാസൻ എന്ന വ്യക്തി പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ശ്രീനിവാസൻ എന്ന വ്യക്തിക്ക് അത്രമേൽ ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടല്ല. ഇപ്പോഴും പുതിയ ജനറേഷൻ ആലോചിച്ച് നോക്കും, പുതിയ ജനറേഷൻ എടുക്കുന്ന ഓരോ ട്രോളുകളും, ഉണ്ടാക്കിയെടുക്കുന്ന ട്രോളുകൾ മുഴുവൻ പഴയ ശ്രീനേട്ടൻ്റെ സിനിമകളിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ വെക്കാൻ ഇതുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. കാരണം എവിടെ എന്തു പറയണം, ഇപ്പം സന്ദേശം പോലൊരു സിനിമ, വടക്കു നോക്കി യന്ത്രം പോലൊരു സിനിമ, ചിന്താവിഷ്ട ശ്യാമള പോലെ, ആ ചിന്താവിഷ്ട പോലെ ശ്യാമള സിനിമ ഇന്നത്തെ കാലത്ത് പോലും റിലവൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണെന്നുള്ളത്. കാരണം മതം, ജാതി എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ എങ്ങനെയൊക്കെ എത്രത്തോളം മനുഷ്യനെ ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സിനിമകൾ ഉണ്ടാക്കിയിട്ട് അതൊക്കെ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രീനേട്ടനെ പോലൊരു വ്യക്തിക്ക് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. അത് അദ്ദേഹം ജീവിച്ച ജീവിതത്തിൻ്റെ, അദ്ദേഹം സഞ്ചരിച്ച വഴികളും തന്നെയാണ് അദ്ദേഹത്തെ അതിനെ പ്രാപ്തനാക്കിയതെന്ന് ഞാൻ കരുതും. തീർച്ചയായിട്ടും നമുക്ക് ശ്രീനിവാസനെ ഇങ്ങനെ ഒരുപാട് തലങ്ങളിൽ വായിക്കാം. ശ്രീനിവാസൻ്റെ കഥാപാത്രങ്ങൾ നമ്മെ വിട്ടു പോകുന്നില്ല. ഭൗതികമായി ശ്രീനിവാസൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകില്ല എങ്കിലും ശ്രീനിവാസൻ്റെ തൂലികയിൽ വിരിഞ്ഞ കഥാപാത്രങ്ങൾ, ശ്രീനിവാസൻ അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ നമ്മോടൊപ്പം തന്നെ ഉണ്ട്.